ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മുടെ സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ്സാണിത്. ആദ്യം നമ്മൾ അതിൻ്റെ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് രണ്ടാമത്തേത് നവോത്ഥാന നായകന്മാർ, അവരുടെ ഉദ്ധരണികൾ, വിശേഷണങ്ങൾ എന്നിവയെ കുറിച്ചിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇപ്പോൾ ഓരോരുത്തരുടെ ഉദ്ധരണി അല്ലെങ്കിൽ വിശേഷണങ്ങൾ, അവരുടെ വചനങ്ങൾ എന്നിവയൊക്കെയാണ് നമ്മൾ ഇതിൽ പറഞ്ഞു പോകുന്നത്. ആദ്യം ശ്രീനാരായണ ഗുരു, അദ്ദേഹത്തിൻ്റെ ഗുരുവചനങ്ങളാണ് എന്തൊക്കെ? മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി, മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. അതുപോലെ ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ്, ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ്. അതുപോലെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. അവിടെ പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഈ വാചകത്തിന് പ്രചോദനമായത് വാഗ്ഭടാനന്ദനാണ്. അപ്പോൾ ഇതും ആരുടെ വചനമാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ വചനമാണ്. അപ്പോൾ നമുക്കറിയാം, ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാമിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പേര് തന്നെയാണ്. അപ്പോൾ മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി, ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് എന്നെല്ലാം പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ ഗുരുവിനെ കുറിച്ച് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. അതുപോലെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് CP രാമസ്വാമി അയ്യർ പറഞ്ഞതാണ്, മഹാത്മാഗാന്ധിക്കും മുൻപേ സാർവത്രിക സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്നത്. അതുപോലെ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതാണ്, ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്, എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് ആരാണ്? അത് രവീന്ദ്രനാഥ ടാഗോറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ദ്വിഭാഷിയായിരുന്ന വ്യക്തി എന്ന് പറയുന്ന ആരാണ്? അത് കുമാരനാശാനാണ്. ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തിയാണ് കുമാരനാശാൻ എന്ന് പറഞ്ഞത്. 1922 ശിവഗിരിയിൽ വെച്ചിട്ടാണ് ഇവർ കണ്ടുമുട്ടിയത്. ഇനി ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ദ്വിഭാഷിയായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് N കുമാരനാണ്. അവർ കണ്ടുമുട്ടിയത്, അതായത് ഗുരുവും ഗാന്ധിയും കണ്ടുമുട്ടിയത് 1925 ശിവഗിരിയിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത്. അടുത്തതാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആയതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ഒരുപാടൊന്നും പറയാതെ പോകുന്നത്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ചട്ടമ്പി സ്വാമികളെയാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാക്കൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് ആര്? ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാക്കൂ. അതുപോലെ അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പറഞ്ഞത് ആരാണ്? അത് ചട്ടമ്പി സ്വാമികളാണ്. അയിത്തം അറബിക്കടലിൽ തള്ളണം. അതുപോലെ അനുകമ്പയായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് എന്ന് പറഞ്ഞതും ചട്ടമ്പി സ്വാമികൾ തന്നെയാണ്. അനുകമ്പയായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ്. അതുപോലെ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞതാണ്, മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നത്. എവിടെ? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ആരാ പറഞ്ഞത്? സ്വാമി വിവേകാനന്ദനാണ് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ
സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞതാണ് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ് എന്നത്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ എന്തൊക്കെ പറഞ്ഞു? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാക്കൂ. അയിത്തം അറബിക്കടലിൽ തള്ളണം. അനുകമ്പയായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് എന്നത്. അതുപോലെ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് സ്വാമി വിവേകാനന്ദൻ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ചിട്ട് ചട്ടമ്പി സ്വാമികൾ അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ് എന്ന് പറഞ്ഞു. അതുപോലെ ഇനി അടുത്തതാണ് തൈക്കായുടെ അയ്യ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ്: ഇന്ത ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ. ഇത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മുദ്രാവാക്യമാണ്. ഇത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ശ്രീനാരായണ ഗുരുവാണ് ഇതെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? പ്രശസ്തമാക്കിയിട്ടുണ്ടായിരുന്നത്. വൈകുണ്ഠ സ്വാമികൾ ഇതുവരെ കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചോദിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ നമ്മൾ 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും ടെക്സ്റ്റുകൾ സോഷ്യലും സയൻസും ഒക്കെ എടുത്ത് പറഞ്ഞാൽ അതിൽ ആരുണ്ട്? വൈകുണ്ഠ സ്വാമികളുണ്ട്. നാഗർകോവിലെ സ്വാമിത്തോപ്പിൽ 1809 മാർച്ച് 12 അദ്ദേഹത്തിൻ്റെ ജനനം എന്നൊക്കെ പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയുന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ നമുക്ക് നോക്കാം. അദ്ദേഹം വിശേഷിപ്പിച്ചത് തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അതുപോലെ തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീച ഭരണം എന്നും, അതുപോലെ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം അല്ലെങ്കിൽ വെളുത്ത പിശാശിൻ്റെ ഭരണം എന്നെല്ലാം വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയതും വൈകുണ്ഠ സ്വാമികളാണ്. അദ്ദേഹം തന്നെയാണ് 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത്. ഇതാണ് 1859 ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായിട്ടുണ്ടായിരുന്നതും. ഒன்றേ ജാതി, ഒன்றേ മതം, ഒன்றേ ദൈവം, ഒன்றേ ഉലകം, ഒன்றേ അരസ്, ഒன்றേ നീതി എന്ന ആശയം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളുടേതാണ്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് എന്ന് പ്രസ്താവിച്ചതും വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ്. അപ്പോൾ ഒன்றേ ജാതി, ഒன்றേ മതം, ഒன்றേ ദൈവം, ഒன்றേ ഉലകം, ഒன்றേ അരസ്, ഒன்றേ നീതി എന്ന ആശയം വൈകുണ്ഠ സ്വാമിയുടേതാണ്. അതുപോലെ ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് എന്നത് ആരുടേത് തന്നെയാണ്? വൈകുണ്ഠ സ്വാമികളുടെ തന്നെയാണ്. അടുത്ത നമുക്ക് അയ്യങ്കാളിയെ കുറിച്ച് നോക്കാം. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? അയ്യങ്കാളി എന്ന് പറയുന്നത്. വില്ലുവണ്ടി സമരത്തെക്കുറിച്ച് 1893 വില്ലുവണ്ടി സമരത്തെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നോക്കാം. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. അദ്ദേഹത്തിൻ്റെ സംഘടന ഏതാണ്? സാധുജന സംഘം എന്നതാണ്. പിന്നീട് അത് എന്താക്കി മാറ്റിയെന്നാണ് നമ്മൾ പറഞ്ഞത്? പുലയ മഹാസഭ എന്ന് 1938 അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. അതുപോലെ ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. തെറ്റരുത്. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. അതുപോലെ അയ്യങ്കാളി എങ്ങനെയൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു? പുലയ രാജ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അങ്ങനെ അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ക്വസ്റ്റ്യനായിട്ട് PYQ ആയിട്ട് വന്നിട്ടുള്ളതായിരുന്നു. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ടത് EK നായനാരാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് P സനൽമോഹൻ. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? അയ്യങ്കാളി എന്ന് പറയുന്നത്. ഇനി വാഗ്ഭടാനന്ദൻ, മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത്. അദ്ദേഹമാണ് കാവി ഉപേക്ഷിച്ച് കതറണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത്.
അദ്ദേഹം അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കാൻ വേണ്ടി സ്ഥാപിച്ച സംഘടനയാണ് എന്ത്? ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മവിദ്യാ സംഘം ആരുടേതാണ്? വാഗ്ഭടാനന്ദൻ്റേതാണ് ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വചനങ്ങളാണ്: നാലെണ്ണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു, അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു എന്നത്. നിങ്ങളിപ്പോഴും അധർമ്മമുള്ളപ്പോഴും അന്തം പൊരുതുക. അതുപോലെ ഉണരുവിൻ, അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോടെ എതിർപ്പിൻ. ഉണരുവിൻ, അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോടെ എതിർപ്പിൻ എന്ന് പറഞ്ഞതും ആരാണ്? വാഗ്ഭടാനന്ദൻ തന്നെയാണ്. അടുത്തതാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറയുന്നത്. രാജാവായാലും രാജ്ഞിയായാലും കർമ്മിയായാലും പ്രവർത്തിയെടുക്കണം എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. രാജാവായാലും രാജ്ഞിയായാലും കർമ്മിയായാലും പ്രവർത്തിയെടുക്കണം എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതുപോലെ മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറയുന്നത്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ഇദ്ദേഹം തന്നെയാണ്. നിരീശ്വരവാദികളുടെ ഗുരു, അതുപോലെ ആലത്തൂർ സ്വാമികൾ, സിദ്ധമുനി എന്നെല്ലാം അറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയെ തന്നെയാണ്. പുരുഷ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറയുന്നത്. പഠിപ്പ് തന്നെ മനുഷ്യന് ഭൂഷണം, ഉടുപ്പു ഭൂഷാദികളൊന്നുമല്ലഹോ, മിടുക്കരായിട്ട് വരണമെങ്കിലോ മടിച്ചിടാതങ്ങ് പഠിച്ചു കൊള്ളുവിൻ എന്ന് തുടങ്ങുന്ന പ്രശസ്ത പാതികൃതിയുടെ കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ്, വേറെ സ്വർഗ നരകങ്ങളില്ല എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ദർശനം ആരുടേതാണ്? ആനന്ദ ദർശനത്തിലേതാണ്. അടുത്തത് സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. ജാതിയെ വിധിക്കുന്നു, ജാതിയെ സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതിതാൻ ഹിന്ദുമതം എന്ന് പറഞ്ഞതും സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ജാതി വെച്ചിട്ടുള്ള കുറേ ഉദ്ധരണികളും കുറേ വചനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അത് ആരൊക്കെ പറഞ്ഞത് എന്ന് മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ എങ്ങനെയൊക്കെ പറഞ്ഞത്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകി. ജാതിയെ വിധിക്കുന്നു, ജാതിയെ സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതിതാൻ ഹിന്ദുമതം എന്ന് പ്രസ്താവിച്ചതും സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. അതുപോലെ കർമ്മത്താൽ ചണ്ടാലൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്നുള്ള വാക്കുകളും അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. ആചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ഞാൻ ആ ദൈവത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ പൊയ്കയിൽ യോഹന്നാൻ. നമ്മൾ ഇന്നലെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ കാണുന്നില്ല ഒരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്നതും, മുൻ പിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങൾ ഉഴുതിടുന്നു, ഭക്ഷണം കിട്ടുന്നില്ല, വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതുമില്ല. ഇതെല്ലാം ആരുടേതാണ്? പൊയ്കയിൽ യോഹന്നാൻ്റേതാണ്. അതുപോലെ എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിന് എന്ന് പറഞ്ഞത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. എൻ്റെ പത്രമില്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിന് എന്ന് പറഞ്ഞത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതുപോലെ അടുത്ത നമുക്ക് നോക്കാൻ പോകുന്നത് മന്നത്ത് പത്മനാഭനെ കുറിച്ചിട്ടാണ്. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ, ഭാരത കേസരി എന്നെല്ലാം അറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹം കോട്ടയം സ്വദേശിയാണ്, കോട്ടയം പെരുന്ന സ്വദേശിയാണ്. എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്നത് ആരുടെ വാക്കുകളാണ്? മന്നത്ത് പത്മനാഭൻ്റേതാണ്. എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞത് മന്നത്ത് പത്മനാഭനാണ്. നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത് 1914 ഒക്ടോബർ 31-നാണ്. അതിൻ്റെ ആസ്ഥാനം പെരുന്നയാണ്. ആദ്യ പ്രസിഡന്റ് ആയിരുന്നത് കെ കേളപ്പനാണ്. അപ്പോൾ നായർ സർവീസ് സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്നുള്ളത് ആരുടെ വാക്കുകളായിരുന്നു? മന്നത്ത് പത്മനാഭൻ്റെ വാക്കുകളായിരുന്നു. അദ്ദേഹം താലികെട്ട് കല്യാണം എന്ന ശൈശവ വിവാഹം നിർത്തലാക്കാൻ വേണ്ടി പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളാണ് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത്.
അടുത്തത് VT ഭട്ടതിരിപ്പാട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ് VT ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് ചെറുലേഖനത്തിൻ്റെ കർത്താവാണ് ആര്? VT ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിൻ്റെ കർത്താവാണ് അദ്ദേഹം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് എടക്കുന്നിയിലാണ്. അപ്പോൾ VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകമാണ് എന്ത് എന്ന് പറയുന്നത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത്. 1929 ആ നാടകം അരങ്ങേറിയത്. VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അതെവിടെയാണ് അവതരിപ്പിച്ചത്? എടക്കുന്നിയിലാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, കല്ലിനെ കല്ലായി തന്നെ കാണുക, മനുഷ്യനെ മനുഷ്യനായും എന്നത് VT ഭട്ടതിരിപ്പാടിൻ്റെ വാക്കുകളാണ്. അതുപോലെ ശബരിമല ക്ഷേത്രത്തിന് തീപിടിച്ചപ്പോൾ ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന വിവാദ പ്രസ്താവന നടത്തിയത് ആരാണ്? അത് C കേശവനാണ്. ശബരിമല ക്ഷേത്രത്തിൽ തീപിടിച്ചപ്പോൾ ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന വിവാദ പ്രസ്താവന നടത്തിയത് C കേശവനാണ്. ഇനി ആനന്ദ തീർത്ഥന്റെ കുറച്ച് ഉദ്ധരണികൾ നോക്കാം. ജാതിപ്പേര് അർത്ഥശൂന്യമാണ്, അത് പേരിൽ നിന്നും നീക്കിയാലേ ഹൃദയം ശുദ്ധമാകൂ, മനുഷ്യനെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞത് ആനന്ദ തീർത്ഥനാണ്. എൻ്റെ നമ്പർ 1 ശത്രു അയിത്തം ആചരിക്കുന്നവനും നമ്പർ 2 അവനെ സഹായിക്കുന്നവനുമാണ് എന്നതും അദ്ദേഹത്തിന്റെ ഉദ്ധരണി തന്നെയാണ്. ആരുടെയാണ്? ആനന്ദ തീർത്ഥന്റെ ഉദ്ധരണിയാണത്. സ്വാമി ശുഭാനന്ദ ഗുരുദേവൻ്റെതാണ്. നീ നിന്നെ അറിയുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, ദൈവം എപ്പോഴും നിന്റെ ഹൃദയത്തിൽ വസിക്കുമെന്ന സന്ദേശവുമായി ബന്ധപ്പെട്ട സംഘടന ആത്മബോധോദയ സംഘമാണ്. അത് ആരുടേതാണെന്ന്? ശുഭാനന്ദ ഗുരുദേവൻ്റെതാണ്. അപ്പോൾ ശുഭാനന്ദ ഗുരുദേവൻ രൂപീകരിച്ച സംഘടനയാണ് ആത്മബോധോദയ സംഘടന എന്ന് പറയുന്നത്. ഈ സംഘടനയുടെ സന്ദേശമാണ് നീ നിന്നെ അറിയുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, ദൈവം എപ്പോഴും നിന്റെ ഹൃദയത്തിൽ വസിക്കും എന്നുള്ളത്. അതുപോലെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അക്കമ്മ ചെറിയാൻ്റെ വാക്കുകളെ കുറിച്ചിട്ട്. ഞാനാണ് നേതാവ്, മറ്റുള്ളവരെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ ആദ്യം വെടിവെക്കുക എന്ന് പറഞ്ഞതാരാണ്? അക്കമ്മ ചെറിയാനാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് വളരെ ചെറിയ ക്ലാസ് ആയിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ ഇതിൽ പറഞ്ഞതൊക്കെ ഉദ്ധരണികളാണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം തിരിച്ചും മറിച്ചും മാറിപ്പോവാൻ സാധ്യതയുള്ളതും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ തുടർ ക്ലാസ്സുകൾ ഇനിയും ഉണ്ടാവും. കാരണം ഇതിൽ ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ സംഘടനകളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാനുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടും അതിലെ നേതാക്കന്മാരെ കുറിച്ചിട്ടും മാറിപ്പോവാതിരിക്കാനും അതിൻ്റെ വർഷങ്ങളൊന്നും കൂടി നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ, ബൈ.